എസ് ഫോർ സഫാരിയുടെ ഇന്നത്തെ യാത്ര ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു കായൽ യാത്രയാണ്. നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് കോട്ടയം കോടിമതയിലെ ബോട്ടിയടിയിൽ നിന്നുമാണ്. വെറും 29 രൂപ ടിക്കറ്റ് നിരക്കിലാണ് കോട്ടയത്ത് നിന്നും ആലപ്പുഴ വരെയുള്ള ഈ ബോട്ട് യാത്ര നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ നമുക്ക് പോകുവാനുള്ള ബോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് ജെട്ടിയോട് അടുപ്പിക്കുകയാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ഒരു സർവീസാണ് കോട്ടയം ആലപ്പുഴ സർവീസ്. അപ്പോൾ ഇവിടെ നിന്നും പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരങ്ങൾ അടങ്ങിയ ഒരു ബോർഡൊക്കെ ഇവിടെയുണ്ട്. എന്തായാലും നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നിരവധി ആൾക്കാരുടെ ഒരു യാത്രാ മാർഗം കൂടിയാണ് ഈ ബോട്ട് സർവീസ്. ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനായി ഇവിടെയുള്ളവർ മാത്രമല്ല എത്തുന്നത്, നിരവധി ആൾക്കാർ, വിദേശികളൊക്കെ അടക്കം ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ ഈ ബോട്ട് പോകുന്ന വഴി കോടിമതയിൽ നിന്നും ആരംഭിച്ച് കാഞ്ഞിരം, വെട്ടിക്കാട്, ആർ ബ്ലോക്ക്, അതുവഴി പുന്നമട ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ആലപ്പുഴയിലേക്കാണ് ബോട്ട് പോകുന്നത്. കോട്ടയത്ത് നിന്നും 3 ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഈ സർവീസ് നടത്തുന്നത്. രാവിലെ 6:45 ആദ്യത്തെ സർവീസ്, പിന്നീട് 11:30, 1 മണി, 3:30, 5:15. അപ്പം നമ്മുടെ ഈ ബോട്ട് പോകുന്ന വഴി നിരവധി ഇരുമ്പ് പാലങ്ങളുണ്ട്. അപ്പോൾ ഇത് ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെയുള്ള സമീപവാസികൾ തന്നെയാണ്. അവരെയൊക്കെ നേരത്തെ തന്നെ ഇതിനെ നിയമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലുടനീളം ഇരുകരകളിലായി വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ബോട്ടിൽ കാഴ്ചകൾ കാണുവാനായിട്ട് ഫാമിലിയായിട്ട് ഇതുപോലെ നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഒരു കൂട്ടം ആൾക്കാർ ബോട്ട് ജെട്ടിയിൽ ബോട്ട് വരുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. എന്തായാലും ഇതൊരു വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ്. നമ്മൾ റോഡ് മാർഗമൊക്കെ സഞ്ചരിക്കുമ്പോഴൊന്നും ഇതുപോലത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ബോട്ട് മുന്നോട്ട് പോകുന്തോറും കാഴ്ചകൾ വീണ്ടും മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലും പാടങ്ങളും തെങ്ങുകളും ഒക്കെയായി നല്ല മനോഹരമായ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്കുള്ള സർവീസ് ബോട്ടാണ്. അപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ നിന്നും രാവിലെ 7:15, 9:30, 11:30, 2:30, 5:15 എന്നീ സമയങ്ങളിൽ കോട്ടയത്തേക്കും ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ വെഗാ ബോട്ടിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ആലപ്പുഴയിൽ നിന്നും തുടങ്ങുന്ന ഒരു ഉല്ലാസ ബോട്ടാണത്. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളടങ്ങിയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. കയറി നോക്കിയാൽ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കും. ഇത് അതിലൊക്കെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറഞ്ഞ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു യാത്രയാണ് ഈ ബോട്ട് യാത്ര. അപ്പോൾ ഇപ്പം നമ്മുടെ കായലിൽ പോളകളൊക്കെ വളരെ കുറവാണ്. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല രീതിയിൽ പോളകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുടനീളം വശങ്ങളിലായിട്ട് നല്ല ഹൗസ് ബോട്ടുകളുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് പോകുന്തോറും നിരവധി ഹൗസ് ബോട്ടുകളും സ്പീഡ് ബോട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് 1 മണിയുടെ ബോട്ട് സർവീസിനാണ്. ഏകദേശം 3 മണിക്കൂറാണ് നമുക്ക് കോട്ടയത്ത് നിന്നും ആലപ്പുഴ വരെയുള്ള യാത്രയ്ക്കായിട്ട് വേണ്ടി വരുന്ന സമയം. ദൈർഘ്യമേറിയ യാത്രയാണെങ്കിലും കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിൽ ഇങ്ങനെയുള്ള ബോട്ടുകളിലുള്ളത് 5 ജീവനക്കാരാണ്. ബോട്ട് മാഷ്, സ്രാങ്ക്, ഡ്രൈവർ, 2 ലാസ്കർമാർ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, നമുക്ക് ആവശ്യമായ വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ കരുതിയിരിക്കണം. കാരണം നമ്മുടെ വെഗാ ബോട്ട് പോലെയോ അല്ലെങ്കിൽ ഉല്ലാസയാത്രകൾക്ക് എടുക്കുന്ന ബോട്ട് പോലെ ഇതിനകത്ത് വെള്ളമോ ചായയോ കാപ്പിയോ ഒന്നും ലഭ്യമല്ല. ഇത് യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല. അങ്ങനെ നമ്മളിപ്പോൾ നിരവധി ഹൗസ് ബോട്ടുകൾക്കിടയിലൂടെയാണ് പോകുന്നത്. ഈ കാണുന്ന ബോട്ടുകളെല്ലാം നമ്മുടെ ഈ ബോട്ട് ഓവർടേക്ക് ചെയ്താണ് പോകുന്നത്. ഹോൺ അടിച്ച് പിടിച്ച് ഓവർടേക്ക് ചെയ്താണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗത്ത് കൂടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് ഏകദേശം 3 മണിക്കൂർ അടുത്ത് യാത്ര ചെയ്ത് ആലപ്പുഴയോട് അടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ടൗൺ എടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് നിരവധി കെട്ടിടങ്ങളൊക്കെ നമുക്ക് സൈഡുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഹൗസ് ബോട്ടുകൾ മാത്രമല്ല, ഇതുപോലെയുള്ള ഷിക്കാര വള്ളങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ആലപ്പുഴയോട് അടുക്കുമ്പോൾ മാത്രമേ ആയിട്ടാണ് നമുക്കങ്ങനെ കാണാൻ സാധിച്ചത്. അങ്ങനെ നമ്മളിപ്പോൾ ഏറെക്കുറെ ബോട്ട് ജെട്ടിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുമാണ് നമ്മുടെ ബോട്ടിനൊക്കെ ഡീസൽ നിറയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ പോയാണ് നമ്മുടെ യാത്ര ഫിനിഷ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സി കുട്ടനാട് എന്ന ടൂറിസ്റ്റ് ബോട്ടാണിത്. ഇതും നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ബോട്ടാണ്. അപ്പോൾ നമ്മുടെ S4 സഫാരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ യാത്രകളുമായി നമുക്ക് വീണ്ടും കാണാം.